ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സി പ്രോഗ്രാമിനകത്ത് പഠിച്ചു നിർത്തിയിരുന്നത് അതിനകത്ത് അറൈസ് വരെയായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള അറൈസിന്റെ കുറച്ച് പ്രോഗ്രാംസ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് അറൈസിന്റെ ആ പ്രോഗ്രാം അല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ വേറൊരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചാൻ നമ്മളത്തെ ഒരു ഡൗട്ട് ചോദിച്ചു, ഒരു പ്രോഗ്രാം ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെന്ന്. അപ്പൊ ആ പുള്ളിക്ക് വേണ്ടി നമ്മൾക്ക് ആ സബ്സ്ക്രൈബർ മച്ചാന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ആ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം ഏതാ നോക്കാം. ആ പുള്ളിക്ക് ആ സബ്സ്ക്രൈബർ മച്ചാന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും ഹെൽപ്പ് ആവുന്ന ഒരു പ്രോഗ്രാമാണത്. ഞാൻ സത്യം പറഞ്ഞ ആ പ്രോഗ്രാം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ നല്ലപോലെ ചിന്തിച്ച് ആണ് ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരുപാട് ചിന്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. നമുക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് വെച്ചാൽ റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എക്സ്ക്ലൂഡിംഗ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം നേരത്തെ ചെയ്തതായിരുന്നു. ഏതായിരുന്നു? സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള, ഒരു നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യം ചെയ്തതായിരുന്നു. പക്ഷെ ഈ അതിനകത്ത് വേറൊരു കണ്ടീഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതിന്റെ ഫസ്റ്റ് ഡിജിറ്റിനെയും ലാസ്റ്റ് ഡിജിറ്റിനെയും കൂടെ എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പം എന്ന് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും ഇല്ലാണ്ടാണ് അതിന്റെ സം കണ്ടുപിടിക്കുന്നത്, സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കേണ്ടുള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം, ആ പ്രോഗ്രാം ചെയ്തെടുക്കാം. ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മളെ കോഡ് ബ്ലോക്സ് ഐഡി ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ കോഡ് ബ്ലോക്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രോഗ്രാം ആദ്യം നമ്മൾ ആ പ്രോഗ്രാം ചെയ്തില്ലായിരുന്നു, ഏതാ സം ഓഫ് ഡിജിറ്റ്സിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു. ആ പ്രോഗ്രാമിനകത്ത് പോലെ കുറച്ച് കാര്യം അതിനകത്ത് ഏകദേശം ആ പ്രോഗ്രാം പോലെ തന്നെയാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം നമ്മളെ വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടുള്ള വേരിയബിൾസ് ആദ്യം നമുക്ക് ഡിക്ലെയർ ചെയ്തെടുക്കാം. അപ്പൊ ഏതൊക്കെ വേരിയബിൾ വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. അതേപോലെ സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. അതിന് നമുക്ക് 0 ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സം ഈക്വൽ ടു 0 കൊടുത്തു. അതേപോലെ നമുക്ക് ഒരു വേരിയബിളും കൂടെ വേണം, ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ വേണം. ഡിജിറ്റ് വേണോ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കാം, അല്ലെങ്കിൽ ഡിജിറ്റ് എന്തെങ്കിലും കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. അങ്ങനെ 3 വേരിയബിൾ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ മറ്റേതിനകത്ത് ഇല്ലാത്ത വേറൊരു കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത്, കഴിഞ്ഞ പ്രോഗ്രാം നമ്മൾ ചെയ്യാത്ത പോലെ വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലാഗും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇൻഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെയും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മളെ വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടുള്ള, നമ്മളെ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് സ്വീകരിക്കണം, യൂസറിന്റെ ഇൻപുട്ട് സ്വീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രിന്റ് എഫ് എൻ്റർ ദ നമ്പർ എന്ന് തന്നെ കൊടുക്കാം. സ്ഥിരം കൊടുക്കുന്ന ഡയലോഗ് എൻ്റർ ദ നമ്പർ, വലിയ ഇതൊന്നും വേണ്ട, എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്തു. നമ്മൾ സ്ഥിരം കൊടുക്കുന്നതാണ്, സ്ഥിരം കൊടുക്കുന്ന ഡയലോഗ് എൻ്റർ ദ നമ്പർ അല്ലെങ്കിൽ എൻ്റർ ദ അറേ, അങ്ങനെ കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ നമ്പറിനെ റീഡ് ചെയ്തെടുക്കണം. റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ സ്കാൻഎഫ് ഫംഗ്ഷൻ വിളിച്ചു. സ്കാൻഎഫിനകത്ത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം %d കൊടുക്കണം. %d കോമ, ഇനി കൊടുക്കേണ്ടതുള്ള ആംപ്രസെന്റ് ഇട്ട് കൊടുക്കണം. ആംപ്രസെന്റ് നമ്മൾ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടുള്ളത്. ആംപ്രസെന്റ് നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ വേരിയബിളിനെ റീഡ് ചെയ്തു എടുത്തു. വേരിയബിളിനെ അല്ല, നമുക്ക് വേണ്ടുള്ള കാര്യത്തിൽ നമ്മൾ റീഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മളെ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. നമ്മൾ വൈൽ ലൂപ്പ് വെച്ചായിരുന്നു അന്ന് ആ പ്രോഗ്രാം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. വൈലാണോ ഡു വൈലാണോ, എന്തായാലും വൈൽ, നമുക്കിപ്പോൾ വൈൽ വെച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വൈലിനകത്ത് നമ്മൾ ആദ്യം കണ്ടീഷൻ കൊടുക്കുകയാണ്. വൈൽ n ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മളെ കണ്ടീഷൻ. അപ്പൊ ഈ കണ്ടീഷൻ കൊടുക്കുന്നത് എങ്ങനെ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. n ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മളെ കണ്ടീഷൻ. അപ്പൊ ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്, n ഗ്രേറ്റർ ദാൻ 0. ഇനി ലൂപ്പിനകത്ത് നമ്മൾ ആദ്യം നേരത്തെ ചെയ്തതുപോലെ തന്നെ നം ഇസിക്കൽ ടു റിമൈൻഡർ ഇസിക്കൽ ടു റിമൈൻഡർ ആദ്യം കണ്ടുപിടിക്കണം. റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് %10 ആണ് കൊടുക്കുന്നത്. അപ്പം നം %10 കൊടുത്തു. അത് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിച്ചു. റിമൈൻഡർ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ നമ്മിനെ നമ്പർ 10 കൂടെ എടുക്കണം. അപ്പം അടുത്ത നമ്പർ വരാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മിനെ നമ്പർ 10 കൂടെ അങ്ങ് ചെയ്തു. നമ്മൾ നേരത്തെ 2 സ്റ്റെപ്പായിട്ട് ചെയ്തു. അപ്പൊ അതേപോലെ ചെയ്യണം. നം ഇസിക്കൽ ടു നമ്പർ 10 കൊടുത്തു. നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വയലിന്റെ സ്പെല്ലിങ് അതിന്റെ ഇടയ്ക്ക് കെ ഒക്കെ കയറി വന്നു. അപ്പൊ അതൊന്ന് മാറ്റാം. വയൽ ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തന്നെ നമ്മളെ കണ്ടീഷൻ, നമ്മൾ ഇഫിനകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലാഗ് ഇല്ലേ, ആ ഫ്ലാഗ് 0 ആണോ എന്ന് ആദ്യം നോക്കും. ഇഫ് ഫ്ലാഗ് 0 ആണോ അല്ലയോ എന്ന് നോക്കും. അപ്പൊ നോട്ട് ഈക്വൽ ടു ഫ്ലാഗ് നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ആദ്യം നോക്കും. നോട്ട് ഈക്വൽ ടു
സീറോ, പിന്നെ ഒരു ആൻഡ്. ഇതാണ് ലോജിക്കൽ ആൻഡ്. നമ്മൾ പറഞ്ഞ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ലോജിക്കൽ ആൻഡ് നമ്മൾ അതിന്റെ സിമ്പിളാണ് 2 ആംപർസെന്റ് ഇടുന്നത്. നമ്മൾ അന്ന് പഠിച്ച കാര്യമാണ്. അതേപോലെ നമുക്ക് ആദ്യം നോക്കണല്ലോ ഫ്ലാഗ് സീറോ ആണോ എന്ന് നോക്കും. നോട്ട് ഈക്വൽ ടു സീറോ, ഫ്ലാഗ് സീറോ അല്ലയോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്പറും സീറോ ആണോ എന്ന് നോക്കും. നമ്പർ നോട്ട് ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മൾ ഇഫിനകത്ത് കൊടുക്കുന്നത് നമ്മളെ കണ്ടീഷൻ. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇനി ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് റിമൈൻഡർ. ഇതെന്താ ഇങ്ങനെ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. റിമൈൻഡർ എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാഗിനെ 1 ആയിട്ട് മാറ്റുന്നു. നമ്മൾ നേരത്തെ ഫ്ലാഗിനെ 0 ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഫ്ലാഗിനെ 1 ആയിട്ട് മാറ്റി. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൂപ്പിന്റെ പുറത്ത് നമ്മൾ സമ്മിനെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ്. അത് വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് സം ഓഫ് ഡിജിറ്റ്സ് എക്സ്ക്ലൂഡിങ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ നമുക്ക് കൊടുക്കാം. സം ഓഫ് ഡിജിറ്റ്സ് എക്സ്ക്ലൂഡിങ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ്. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത്രയും വലിച്ചവർ കൊടുത്തത്. ഇപ്പോൾ ഒരുപാട് ആയിപ്പോയാ, കുഴപ്പമില്ല, കിടക്കട്ടെ. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇനി എന്നിട്ട് നമ്മൾ അതിനെ ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്തതെന്ന് നോക്കണം. ഇവിടെ അതിന് ശേഷം ഒരു ആംപർസെന്റ് ഡിയും കൊടുക്കണം, അല്ല ഒരു പെർസെൻറ്റേജ് ഡിയും കൊടുക്കണം. സെയിലിൽ കൊടുത്തിട്ട് പെർസെൻറ്റേജ് ഡി കൊടുത്തു. ഇനി നമ്മളെ വേരിയബിൾ ഏതായിരുന്നു നോക്കണം. നമ്മൾ കൊടുത്ത വേരിയബിൾ ഏതായിരുന്നു, സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സം എന്ന് പറയുന്ന വേരിയബിളിൽ കൊടുത്ത ആ സമ്മിനെയും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോഗ്രാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ പ്രോഗ്രാം വിശദീകരിച്ചു തരാം. പ്രോഗ്രാം എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോഗ്രാം വിശദീകരിച്ചു തരാം. ഇവിടെ ഒരു വയലിന്റെ അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. വയൽ n ഗ്രേറ്റർ ദാൻ 0 നോക്കാം. എറർ എന്തോ കാണിക്കുന്നു, കൂടെ ബിൽഡ് ചെയ്ത് നോക്കാം. അവിടെ എന്തോ ഒരു എറർ ഉണ്ട്, നോക്കണം. ഓക്കെ, നമ്മൾ അവിടെ എറർ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മെന്നായിരുന്നു വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. ഇവിടെ n എന്നും കൊടുത്തു. ഇതാണ് n. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയതിന്റെ ഒരു വ്യത്യാസമാണ്. അപ്പൊ ഒന്നും കൂടെ ബിൽഡ് ചെയ്ത് നോക്കാം. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് കറക്റ്റ് n എന്ന് പറഞ്ഞ വേരിയബിൾ അതിനെ അറിയത്തില്ലല്ലോ. അങ്ങനെ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പിന്നെ n കൊടുത്തിട്ട് കാര്യമില്ല, അത് എറർ തന്നെ കാണിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ അത് നമ്പർ പറഞ്ഞാൽ ഒരു 1 2 3 4 1234 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയ 1നെയും ലാസ്റ്റ് ഡിജിറ്റ് ആയ 4നെയും കൂടെ കളഞ്ഞിട്ടുള്ള സമ്മായ 3 2 5 നമുക്ക് കിട്ടേണ്ടുള്ളത്. നമുക്ക് നോക്കാം. അതെ, സം ഓഫ് ഡിജിറ്റ് എക്സ്ക്ലൂഡിങ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് 5 നമുക്ക് കിട്ടി. പ്രോഗ്രാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പ്രോഗ്രാമിനെ ഒന്ന് വിശദീകരിച്ചു തരാം. നമ്മൾ എഴുതിയ പ്രോഗ്രാം കറക്റ്റ് ആയിട്ടുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഫ്ലാഗിനെ 0 ആക്കിയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ലൂപ്പിനകത്ത് കയറുമ്പോഴെല്ലാം നമ്മളെ ഫ്ലാഗ് 0 ആയിരിക്കും. എന്നിട്ട് ആദ്യം നമ്മൾ ആ റിമൈൻഡർ പെർസെൻറ്റേജ് 10 എടുത്ത് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിച്ചു. അതേപോലെ അതിനെ റിമൈൻഡറിലേക്ക് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതേപോലെ നമ്പർ 10 എടുത്തിട്ട് ആ നമ്പറിന്റെ 10 കൊണ്ട് ഭാഗിക്കുമ്പോഴത്തേക്ക് അടുത്ത ഡിജിറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മറ്റു പ്രോഗ്രാമിൽ ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഫ്ലാഗ് 0 ആണോ നോക്കും. നമ്മളിപ്പോ ഈ കേസിൽ ഫസ്റ്റ് കേസിൽ വരുമ്പോഴത്തേക്ക് ഫ്ലാഗ് 0 ആണോ, ആണ് ഫ്ലാഗ് 0 ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്തോ സമ്മ് കൂട്ടത്തില്ല. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഈ താഴോട്ട് കയറുള്ളൂ. അപ്പോൾ ഫ്ലാഗ് നോട്ട് ഈക്വൽ ടു 0 അല്ല, അതേപോലെ നം നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ മാത്രം, ഫ്ലാഗ് 0 അല്ലെങ്കിലും നം 0 അല്ലെങ്കിലും മാത്രമേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. അല്ലെങ്കിൽ എന്തോ ചെയ്യും, അതിന്റെ പുറത്തേക്ക് പോകും. ഫസ്റ്റ് കേസിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാഗ് 0 ആണ്, ഇവിടം വരെ വരുമ്പോൾ ഫ്ലാഗ് 0 ആണ്, പക്ഷെ നം 0 അല്ല. അങ്ങനെ ആയിരുന്നാൽ പോലും ഇതിനകത്തോട്ട് കയറത്തില്ല. പിന്നെ ഇതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഫ്ലാഗിനെ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഫ്ലാഗിനെ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റിനെ അങ്ങ് കളഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫ്ലാഗ് 0 അല്ല, നം 0 അല്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് സമ്മ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം റണ്ണായി പോകുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്പറിന്, അതായത് ഏറ്റവും അവസാനം കിടക്കുന്ന നമ്പറിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ നം നോട്ട് ഈക്വൽ ടു 0 നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ആദ്യം കിടക്കുന്ന നമ്പറിനെ ഇടത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം കിടക്കുന്നതിനെ കളയാനാണ് ഫ്ലാഗ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഇത് കൊടുത്തേക്കുന്നത്. അതേപോലെ ഏറ്റവും ആദ്യം കിടക്കുന്നതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നം നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ
ചോദിക്കുക, അതേപോലെ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.